വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വാർഡ്രോബ് ഒരുപാട് ദിവസമായി ക്ലീൻ അല്ലാതെ കിടക്കുന്നു, ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം നമ്മുടെ വാർഡ്രോബൊക്കെ ഒന്ന് കണ്ടാലോ, എന്തൊക്കെയാണ് അതിൻ്റെ അവസ്ഥ എന്ന്. എവിടെയെങ്കിലും പോവും, ഇങ്ങനെ അട്ടിമറിച്ച് നിലത്ത് കിടക്കും, പിന്നെ വീണ്ടും അതെടുത്ത് വെക്കും, അങ്ങനെ ഓരോന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം നമ്മുടെ അലമാരിൻ്റെ കോലൊന്ന് ഫസ്റ്റ് കാണാം, അത് കണ്ടിട്ട് നിങ്ങൾ പറയും എങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ വാർഡ്രോബ് ഇതാ 3 സെക്ഷനായിട്ടാണ് കേട്ടോ, 3 സെക്ഷൻ. ഇത് അങ്ങനെ ഫസ്റ്റ് സെക്ഷൻ ഇതാ എൻ്റെതാണ് കേട്ടോ. ഇത് കണ്ടോ, ഒന്ന് നിങ്ങൾ കാണണ്ട, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കണം. ഇനി അടുത്തത് വലിയ ക്ലീനിങ് ഒന്നുമില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇക്കാതിൻ്റെ മക്കളതൊക്കെ ആയിട്ടുള്ള കുറച്ച് സെക്ഷനും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം ക്ലീൻ ചെയ്യാണ്ട്, മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് സംഭവം കേട്ടോ. ഇത് എനിക്ക് ആഗ്രഹിച്ച് ഞാൻ ചെയ്യിപ്പിച്ചൊരു സംഭവമായിരുന്നു കേട്ടോ. ഇതാ കണ്ട മക്കളെ എല്ലാ കാര്യങ്ങളും ലാമിനേഷൻ ചെയ്തു, അവരെ പിക്ക്, ഞങ്ങളുടെ പിക്ക്, പിന്നെ അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ. എന്തായാലും ഞാനൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ചെയ്യിപ്പിച്ചതാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ചുമരിൽ ഇങ്ങനെ വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ ഇനി അതിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് അലമാരെ തന്നെ സൂക്ഷിച്ച് വെച്ചതാട്ടോ, നമുക്ക് കാണാമല്ലോ. അങ്ങനെ ഇതാ ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഗ്ലാസ് ആട്ടോ, അത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യത ഉണ്ട്. മക്കൾ എടുക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അലമാരയിൽ സൂക്ഷിക്കാൻ വെച്ചത് കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം അല്ലേ. അപ്പം ഇതൊക്കെയാണ് എല്ലാ ഡ്രസ്സുകളും. അപ്പം ഡ്രസ്സെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. ഒരുപാട് ഡ്രസ്സ് ഉണ്ട്, പക്ഷെ അതൊക്കെ വീട്ടിൽ നിന്ന് ഇടുന്നുണ്ട്, പുറത്ത് പോകുമ്പോൾ ഇടുന്നുണ്ട്, പിന്നെ നല്ല ഫംഗ്ഷൻസ് ഇടുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി മിക്സായി കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. അങ്ങനെ ഈ സെക്ഷൻ മൊത്തം ഞാൻ കാലിയാക്കിയിട്ടുണ്ട്. ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഈ പേപ്പേഴ്സൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. കുറേ ഞാൻ മാറ്റിയിട്ട് അപ്പം ഞാനിത് ക്ലീൻ ചെയ്യുമ്പോൾ ഈ പേപ്പേഴ്സൊക്കെ അങ്ങനെ മാറ്റാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലിലത്തെ കാർഡുകൾ അങ്ങനെ ഓരോന്ന് എടുത്ത് വെച്ചതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒരുപാട് ഉണ്ടാകാൻ മതിയോ. അതിന് ഞാനിതാ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. എന്നിട്ട് വേണം ഇതിൽ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കാൻ കേട്ടോ. എന്നിട്ട് മടക്കി വെക്കണം. അപ്പം ആ പരിപാടി നോക്കാൻ. പിന്നെന്താ പറയുന്നത്, ഇതിൻ്റെ ക്ലീനിങ് ആണ്. ഇതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാം. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പൊടി ചെറുതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് തട്ടി ക്ലീൻ ചെയ്തു. എന്നിട്ട് കാണാം ബാക്കിയെല്ലാം. അങ്ങനെ ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഈ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടി ഒന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഞാനിതാ ഈ പരിപാടി തുടങ്ങാൻ പോവാണ്. ഒക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് കാണട്ടോ ഈ ബാക്കി. അങ്ങനെ നമ്മുടെ ഒരു വിധം ഡ്രസ്സസൊക്കെ മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇടുന്ന വലിയ വലിയ ഡ്രസ്സുകളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. പിന്നെ സ്കേർട്ടും ടോപ്പും ഉണ്ട്, പിന്നെ ജീൻസ് ഉണ്ട്, അങ്ങനെ ഗൗണ്, അങ്ങനെ കുറച്ച് ഡ്രസ്സാണ് അതിവിടെ ഉള്ളത്. ഇത് ഷോളിൻ്റെ സെക്ഷനാണ്. പിന്നെ ഇത് നമ്മൾ ചുരിദാറൊക്കെ ലാസ്റ്റ് വെക്കാനുള്ള ഇതായിരുന്നു കേട്ടോ. ഇത് ജീൻസിനൊക്കെ ഉള്ള ടോപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് വേറെ ഓരോ സെക്ഷനാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം കുറച്ച് കഴിഞ്ഞാൽ ഇത് അലങ്കോലാകുന്ന കോലാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും കുറച്ച് കാലമൊക്കെ ഈട് കിട്ടും. അപ്പം ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. അപ്പം ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അടക്കി പെറുക്കി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അലമാരയ്ക്ക് ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ പോർഷനെ നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മക്കളെ കുറച്ച് സെക്ഷനാണ്. ഇത് മോൻ്റെത്, ഇത് മോളത്, പിന്നെ കുറച്ച് ടവൽസും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതാ കുറച്ച് ബെഡ്ഷീറ്റ്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടവല് കാര്യങ്ങൾ അതുമുണ്ട്. അങ്ങനെ കുറച്ച് പാൻറ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ നീറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഓൾറെഡി അയൺ ചെയ്തെടുത്ത് വെക്കുന്നതാണ്. അങ്ങനെ ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് നേരത്തെ കാണിച്ചു തന്നതാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. നാളത്തെ വീഡിയോയിൽ കാണാം.